ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. അടുത്ത വർഷം മക്കളെല്ലാവരും 9ാം ക്ലാസ്സിലേക്കാണ് ജോയിൻ ചെയ്യാനുള്ളത്. 9ാം ക്ലാസ്സിനെ കുറിച്ച് മക്കൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് ആളുകൾ ഒരുപാട് വിവരങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. വലിയ ടഫായിട്ടൊരു സിലബസ് ആണ്. മറ്റെല്ലാ 8നെയും 10നെയും ഒക്കെ അപേക്ഷിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും ടഫായിട്ട് ഏറ്റവും കൂടുതൽ കണ്ടന്റ് വരുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നത് 9ാം ക്ലാസ് ആണ് എന്ന വിവരമെല്ലാം തന്നെ മക്കൾക്ക് ആക്ച്വലി ലഭിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് അവിടെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, മക്കളെ, നമ്മൾ കഴിഞ്ഞ വർഷത്തിന് തൊട്ട് മുൻപത്തെ വർഷമാണ് ശരിക്കും 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ മാറ്റം വരുന്നത്. ഈ 9ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് മാറ്റം വന്ന വർഷം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നു. എന്ന് വെച്ചാൽ മെയിൻ എക്സാമിനേഷനും അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാമിനേഷനും അതുപോലെ ഓണം എക്സാമിനേഷനും ക്വസ്റ്റ്യൻ പേപ്പർ വന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ വലിയൊരു ടഫായ ഒരു ഫീലിലല്ലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കുന്ന സമയത്താണ് ആ പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള മാറ്റങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പറിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നും കൂടി ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും എല്ലാം വന്നൊരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസുകൾ വരെ മാറാൻ തുടങ്ങിയിരിക്കുന്നു. പാറ്റേണുകളിൽ വരെ വലിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യം മുതൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരെ നമ്മുടെ സിലബസുകൾ മാറി വന്നിരിക്കുന്നു. അത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കാറുള്ളത്. സോ മക്കളെ, നമ്മൾ എപ്പോഴും ഈ ഒരു സിലബസിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ അതിന് ആദ്യം മുതലേ ഞാൻ പറഞ്ഞ പോലെ പഠിച്ച് നിങ്ങൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ സബ്ജക്റ്റ് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ, സബ്ജക്റ്റിലെ ഓരോ കോണ്ടന്റിനെയും നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിനേഷന് ചോദ്യങ്ങൾ എങ്ങനെ വന്നാലും ഡീറ്റെയിൽ ചെയ്തിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഈ കൊല്ലത്തെ 10ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ചില ക്വസ്റ്റ്യനുകളൊക്കെ വായിച്ചാൽ ഒരു 3 പ്രാവശ്യം വായിക്കണം അതിന് ഉത്തരം ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ രീതിയിലേക്കുള്ള പാറ്റേണുകളിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന കാര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ വർഷം നിങ്ങൾ ഇവിടുന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു. 9ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടിയാൽ മാത്രമേ 10ാം ക്ലാസ്സിലേക്ക് നമുക്ക് A+ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. കൂടാതെ തന്നെ 9ാം ക്ലാസ് ആണ് നമ്മുടെ സ്കൂളുകളൊക്കെ ഒരു ക്രൈറ്റീരിയ ഒക്കെ തീരുമാനിക്കാറുള്ളത്. ബിക്കോസ് സ്കൂളുകളുടെ എല്ലാം പ്രസ്റ്റീജിയസ് ക്ലാസ്സുകളാണ് 10ാം ക്ലാസ്. അവിടേക്ക് എത്തുന്ന സമയത്ത് മക്കളെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്യണമെങ്കിൽ 9ാം ക്ലാസ്സിൽ തന്നെ ഒന്നും കൂടെ ടൈറ്റായിട്ട് പിടിക്കേണ്ടിയിരിക്കുന്നു എന്നെല്ലാം തന്നെ സ്കൂളുകളൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. അതിനെല്ലാമുള്ള ഒരു സൊല്യൂഷനാണ് ആക്ച്വലി സൈലത്തിൻ്റെ നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. സൈലത്തിൻ്റെ നിഞ്ച ബാച്ചിൻ്റെ പ്രത്യേകതകൾ അറിയാലോ. നമുക്ക് 3 സ്കീമുകളായിട്ടാണ് വരുന്നത്. ബേസ് പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി ഉണ്ട്, ഇൻഫിനിറ്റി പ്രോ ഉണ്ട്. അതിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് അത് കൃത്യമായിട്ട് നോക്കിയിട്ട് അതിനെ തന്നെ സെലക്ട് ചെയ്യുക. നിങ്ങൾ നീറ്റ്, JEE പോലെയുള്ള എക്സാംസുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇപ്പോഴേ തയ്യാറെടുക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ചൂസ് ഇൻഫിനിറ്റി പ്രോ. അതേസമയം നിങ്ങൾ നീറ്റ്, JEEയിലേക്കൊന്നും ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ യു ക്യാൻ ചൂസ് ദ ഇൻഫിനിറ്റി. ഇനി അതൊന്നുമല്ല, എനിക്ക് ജസ്റ്റ് ലൈവുകൾ മാത്രം കണ്ടാൽ മതി, സൈലത്തിൻ്റെ ലൈവുകളും അതുപോലെ തന്നെ ആ ലൈവ്സിൻ്റെ റെക്കോർഡുകളും മാത്രം നിങ്ങൾ കണ്ടാൽ മതിയെങ്കിൽ യു ക്യാൻ ചൂസ് ദ ബേസ് പ്ലാൻ. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് അതിനെ കൃത്യമായിട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക എന്ന വാക്ക് ഞാൻ വീണ്ടും പറയാണ്. സോ നമുക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. വെൽക്കം ടു നിഞ്ച ഫാമിലി.